and he's describing Ambedkar. And you can check this on YouTube. എന്താണ് അദ്ദേഹം അംബേദ്കറിനെ കുറിച്ച് പറയുന്നത്? ഞാൻ ഇംഗ്ലീഷിൽ പറയാൻ പിന്നെ അങ്ങനെ തർജ്ജമ ചെയ്യും. അദ്ദേഹം പറയുന്നു, ടേക്ക് ജീസസ് ക്രൈസ്റ്റ്, ടേക്ക് മോസസ്, ടേക്ക് മാർട്ടിൻ ലൂത്തർ കിങ്, take Abraham Lincoln. അപ്പം Moses, Jesus, Abraham Lincoln, Martin Luther King. You combine all of them and put them in one person, and that is Baba Saheb B.R. Ambedkar. He was also struggling, but he found a way to express. Baba Saheb Ambedkar is an embodiment of Moses, Jesus, Lincoln and Martin Luther King. അതായത് മലയാളത്തിൽ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞു, മോസസിനെയും ജീസസിനെയും ഏബ്രഹാം ലിങ്കണിനെയും മാർട്ടിൻ ലൂത്തർ കിങ്ങിനെയും എടുത്ത് ഒരു മനുഷ്യനിലാക്കിയാൽ അതാണ് നമ്മുടെ ബാബാ സാഹേബ് അംബേദ്കർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിത്വം തീർച്ചയായിട്ടും ഒരു സമുദായത്തിൻ്റെയോ ഒരു സംസ്ഥാനത്തിൻ്റെയോ ഒരു രാഷ്ട്രത്തിൻ്റെയോ ഒരു മുതലല്ല, ഈ മനുഷ്യരാശിയുടെ മുതലാണ്. അത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? എങ്ങനെ ഇങ്ങനത്തെ ഒരാൾ ഉണ്ടായി? അദ്ദേഹത്തിൻ്റെ essential message എന്താണ്? നമ്മൾക്ക് how should we understand Dr. Ambedkar today, in today's world, today's India? ഇതായിരിക്കണം നമ്മുടെ ഒരു ചാലഞ്ച്. We must seriously think about this. എൻ്റെ ഒരു റിക്വസ്റ്റ് ഇതാണ്, all of us ജാതി മതഭേദമില്ലാതെ ബാബാ സാഹേബ് അംബേദ്കറിനെ കുറിച്ച് പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ എനിക്ക് വ്യക്തിപരമായും നമുക്കൊരു രാജ്യമായും ലോകത്തിനും എന്താണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് റെലവൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് എന്ന് നമ്മൾ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യണം ഈ ഒരു ആനിവേഴ്സറി. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു പേ റെസ്പെക്ട് ടു ഡോക്ടർ അംബേദ്കർ. ഞാൻ ഈ ഏപ്രിൽ 14 വിശാഖപട്ടണത്തിൽ കുറേ സ്റ്റുഡൻസിനോട് ബാബാ സാഹേബ് അംബേദ്കറിനെ കുറിച്ച് സംസാരിച്ചു. ഇവിടെയും കുറേ യുവാക്കളുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, പലർക്കും അറിഞ്ഞൂടാത്ത കാര്യമാണ്. ഡോക്ടർ അംബേദ്കർ കൊളംബിയയിൽ പഠിച്ചത് 1913-നും 16-നും ഇടയിലാണ്. അതാണ് മെയിൻ പീരിയഡ്. 3 വർഷം പഠിച്ചു. ഞാൻ ഉൾപ്പെടെ അമേരിക്കയിൽ പഠിച്ചിട്ടുള്ള പലർക്കും അറിയാവുന്നൊരു കാര്യം, അവിടുത്തെ ഈ സെമസ്റ്റർ സിസ്റ്റത്തിൽ ഒരു വർഷത്തിൽ ഒരു 5, 6, 7 കോഴ്സാണ് എടുക്കുന്നത് ഒരാൾ. അപ്പോൾ ഒരു ആവറേജിൽ ഒരു 3 ഫുൾ കോഴ്സസ്, ചെറിയ ഷോർട്ട് കോഴ്സസ് ഒക്കെയാണ്. ഫുൾ കോഴ്സസ് ഒരു 6-7 കോഴ്സസ് ഒരു വർഷത്തിൽ എടുക്കുന്നു. 3 വർഷത്തിൽ ഒരു 10, 20, 21 കോഴ്സ് എടുക്കാനുണ്ട്. ഡോക്ടർ അംബേദ്കർ അവിടെ പോകുമ്പോൾ 22 വയസ്സ് പ്രായമാണ്. 22 വയസ്സ് പ്രായമുള്ളവരാണ് ആദ്യമായി കൊളംബിയയിൽ പോകുന്നത്. 22 മുതൽ 25 വരെയുള്ള പ്രായത്തിലാണ് ഡോക്ടർ അംബേദ്കർ അവിടെ ഉള്ളത്. ഈ 3 വർഷത്തിൽ ഡോക്ടർ അംബേദ്കർ 71 കോഴ്സസ് എടുത്തു. 71 കോഴ്സ്. ഒന്ന് ആലോചിച്ചു, അത് ഏതൊക്കെയാണ്? ഇക്കണോമിക്സിൽ 27 കോഴ്സസ്, സോഷ്യോളജിയിൽ 7 കോഴ്സസ്, ആന്ത്രപ്പോളജിയിൽ 11 കോഴ്സസ്, ഹിസ്റ്ററിയിൽ 16 കോഴ്സസ്, ഫിലോസഫിയിൽ 5 കോഴ്സസ്, പൊളിറ്റിക്സിൽ 3 കോഴ്സസ്, ഫ്രഞ്ചിൽ 1 കോഴ്സ്, ജർമ്മനിൽ 1 കോഴ്സ്. ഇത് 3 വർഷത്തിൻ്റെ ഉള്ളിൽ സാധാരണക്കാർ ഒരു 10 വർഷം എടുക്കുന്ന കോഴ്സ് 3 വർഷത്തിൽ ബാബാ സാഹേബ് അംബേദ്കർ തീർത്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹപാഠിയായ ഒരാൾ പറഞ്ഞു, അദ്ദേഹം പഠിച്ചത് ഈ ജോൺ ഡൂയി
ഈ പ്രൊഫസർ ഓഫ് ഫിലോസഫി എഡ്വിൻ സെലിഗ്മൻ, ഇതൊക്കെ വേൾഡ്സ് മോസ്റ്റ് ഫേമസ് പ്രൊഫസേഴ്സ് ആണ്. ജോൺ ഡ്യൂയി, the father of pragmatism, America's main contribution to world philosophy. Edward Seligman, James Shotwell, historian, one of the world's most famous historians. Alexander Goldenweiser, anthropologist. അപ്പോൾ ഈ പഠിക്കുന്നത് ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പ്രൊഫസേഴ്സിനിടയ്ക്കാണ് ഈ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശസ്തനായിട്ടുള്ള ഏറ്റവും പ്രശസ്തനായിട്ടുള്ള അവരിൽ ഉള്ളത് ഒരു ജോൺ ഡ്യൂയിയാണ്. ഒരു ഹോൾ സ്കൂൾ ഓഫ് ഫിലോസഫി ലോകത്തിൽ ഉണ്ടാക്കിയ ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കോഴ്സിൽ ഇവർ ഇരിക്കുന്ന കുട്ടികൾ, ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെ, ജോൺ ഡൂയി പഠിപ്പിച്ച് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ അംബേദ്കറിൻ്റെ അടുത്ത് വരും. എന്താണ് ജോൺ ഡൂയി പഠിപ്പിച്ചത് എന്ന് പഠിക്കാൻ, അംബേദ്കറൊക്കെ എന്ന് പഠിക്കാൻ. അപ്പൊ അംബേദ്കർ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവർ പറയും ജോൺ ഡൂയി സംസാരിക്കുന്നത് പോലെയാണ് അംബേദ്കർ പറയുന്നത്. പക്ഷെ നമുക്ക് കുറെ കൂടി മനസ്സിലാക്കാൻ ഒക്കുന്നു. അപ്പൊ ഞാൻ ഈ വിശാഖപട്ടണത്തിൽ പോയപ്പോൾ പരീക്ഷ വരുന്ന സമയമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ കുറച്ച് കുട്ടികളോട് സംസാരിച്ചപ്പോൾ ആ കുട്ടികൾ പറഞ്ഞു ഇങ്ങനെയാണ് അവർ പഠിക്കുന്നത്. ലോ സ്റ്റുഡൻസ് ആണ്. അപ്പൊ എങ്ങനെയാണ് പഠിക്കുന്നത്, ചാറ്റ് GPT, AI ഉപയോഗിക്കുന്നത്. എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആസ് എ ലോ ടീച്ചർ മൈസെൽഫ്, ലോ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അവരെന്താ ചെയ്യുന്നത്, ഇപ്പൊ കമ്പനീസ് ആക്ടിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്. ഓരോ പ്രൊവിഷൻ അവർ ചാറ്റ് GPT ഇടും. ഇതിട്ട് ചാറ്റ് GPT ആ പ്രൊവിഷന്റെ മെയിൻ കാര്യങ്ങൾ എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ഇവരോട് പറഞ്ഞു, അംബേദ്കർ ഈ പറഞ്ഞ കോഴ്സസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അംബേദ്കറിന്റെ സമയത്ത് ചാറ്റ് GPT ഇല്ല. പക്ഷെ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ചാറ്റ് GPT ആയിരുന്നു അംബേദ്കർ. ഈ കുട്ടികൾ ചാറ്റ് GPTയിൽ പോയി സെർച്ച് ചെയ്യുന്നത് പോലെ ആ കുട്ടികൾ അംബേദ്കറിന്റെ അടുത്ത് പോയാണ് സെർച്ച് ചെയ്തത്. എന്ന് പറഞ്ഞു തരൂ, എങ്ങനെ എന്താണ് ഈ പറഞ്ഞ ഈ കോംപ്ലക്സ് ഐഡിയാസ്, ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ പ്രൊഫസേഴ്സ് പറയുന്ന കോംപ്ലക്സ് ഐഡിയാസ് എന്താണ്? അപ്പൊ ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചു, ഇതുപോലെ അന്ന് അംബേദ്കറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഒരുപാട് SC ST സൂപ്പർ കമ്മ്യൂണിറ്റി ആൻഡ് സൂപ്പർ ട്രൈബ് അതിൽ പെട്ട കുട്ടികളാണ് ഉണ്ടായിരുന്നത് പലരും. ഞാൻ അവരോട് പറഞ്ഞു, your ambition should be to become chat GPT, not to use chat GPT like അംബേദ്കർ. പക്ഷെ അതാകണമെങ്കിൽ അംബേദ്കറിനെ പോലത്തെ ഉള്ള പഠിക്കാനുള്ള ഒരു ഹങ്കർ, ഒരു ഇൻസേഷ്യബിൾ ഹങ്കർ ടു സ്റ്റഡി. അംബേദ്കറിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഇത് മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ദിവസം രാവിലെ ഞാൻ അംബേദ്കറിന്റെ അവസാനം ബാബാ സാഹിബിന്റെ ബെഡ്റൂമിന്റെ കഥവ് തുറക്കുമ്പോൾ ഒരു 2-3 ബുക്ക് നെഞ്ചത്തും 3-4 ബുക്ക് ബെഡിലും 5-6 ബുക്ക് തറയിലും കണ്ട് ഇത് വായിച്ച് അവസാനം ക്ഷീണിച്ച് ഉറങ്ങിയിട്ട് ബുക്കിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇദ്ദേഹം എണീക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു തീരാത്ത ദാഹം, അറിവിന് വേണ്ടിയുള്ള തീരാത്ത ദാഹം. അതാണ് നമുക്ക് അംബേദ്കറിനെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ അതാണ് നമ്മൾ എല്ലാവരും പഠിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇവിടെയുള്ള കൾച്ചർ വിപരീത കൾച്ചറാണ്. നമ്മളെല്ലാം ബൈഹാർട്ട് പഠിപ്പിക്കുകയാണ്, ചോദ്യം ചെയ്യരുതെന്ന് പറയുകയാണ്, അനുസരിക്കാൻ പഠിപ്പിക്കുകയാണ്, ബുദ്ധി നശിപ്പിക്കുകയാണ്. ചോദ്യം ചെയ്യുന്ന കുട്ടികളെ പുറത്താക്കുകയാണ്. ഐൻസ്റ്റൈൻ പറഞ്ഞു, you must always questioning is the most essential human quality. അതിനെ നമ്മൾ അടിച്ചമർത്തുകയാണ്. അംബേദ്കർ നാരായണ ഗുരുവിന്റെ വാക്കുകളാണ്, ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി ഈ ലോകത്തുള്ള നോളജ് എല്ലാം പഠിച്ച് ഉൾക്കൊണ്ട് അതിനിവിടെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തു. വെറും 22-25 വയസ്സിന്റെ ഇടയിലാണ് ഈ പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു അറിവും പഠനവുമുള്ള മറ്റൊരു ഫിഗർ ഇന്ത്യയിലും ലോകത്തിലും ഉണ്ടോന്ന്, ഇത്രയും റിഗറസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനുള്ള ആരും ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ ഉണ്ടോ എന്ന് വളരെ
സംശയമുണ്ട് എനിക്ക്. ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 71 കോഴ്സ് എടുത്ത് ഈ എല്ലാ ഫീൽഡിനെയും കവർ ചെയ്ത് ഇത്രയും അതിനെ ഗ്രഹിച്ചു വന്ന ഒരാളാണ്. ആ അറിവോടുകൂടിയാണ് ഡോക്ടർ അംബേദ്കർ നമ്മുടെ ഭരണഘടനയെ നയിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിച്ച പോയിന്റ്, അംബേദ്കർ ആരായിരുന്നു, എന്തൊരു ജ്ഞാനിയായിരുന്നു എന്ന് വെച്ചാൽ എന്തൊരു ആഴത്തിലുള്ളൊരു പഠനമാണ് ബാബാ സാഹേബ് അംബേദ്കർ ആക്കിയതെന്നാണ്. അതൊരു കാഷ്വലായിട്ട് ഉള്ളൊരു വന്ന ഒരാളല്ല. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹം ഈ ഭരണഘടനയെ ഷേപ്പ് ചെയ്തത് ആലോചിക്കുന്നത്. 3 പോയിന്റ് പറയുന്നുള്ളൂ. അതിൽ നിന്ന് എന്ത് മെസ്സേജാണ് നമുക്ക് കിട്ടുന്നതാണ് മൂന്നാമത്തെ പോയിന്റ്. ഈ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ അംബേദ്കർ എങ്ങനെയായി? ഡോക്ടർ അംബേദ്കറിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മെമ്പർഷിപ്പിൽ നിന്ന് തടയാൻ വേണ്ടി അന്നത്തെ പ്രമുഖ പാർട്ടികളെല്ലാം അദ്ദേഹത്തിനെ എതിർത്തു. അവസാനം ബംഗാളിൽ മിസ്റ്റർ മണ്ഡൽ എന്ന് പറഞ്ഞ ഒരാളും മുസ്ലിം മെമ്പേഴ്സും കൂടെ സഹകരിച്ചാണ് ഡോക്ടർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ മെമ്പർ ആകുന്നത്. ആ സമയത്ത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആര് ഉണ്ടാകണം എന്നുള്ള ചർച്ച നടന്ന് ലോകത്തിലുള്ള പ്രശസ്തരായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തത്? നിങ്ങളുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പേർട്ട് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അദ്ദേഹത്തെ പിന്നെ നിങ്ങൾക്ക് ആർക്ക് വേണം, നിങ്ങൾക്ക് ആരെ വേണം എന്ന് അവർ ചോദിച്ചു. അങ്ങനെ ഇദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മെമ്പറായി. ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്, അതുകൊണ്ട് മെമ്പറാക്കി. അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സും ചോദ്യം ചെയ്തേനെ, ഏറ്റവും വലിയ എക്സ്പേർട്ടിനെ നിങ്ങൾ എന്തുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചത്. അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞിട്ട് ചെയർമാൻ എങ്ങനെയായി? അതിലുണ്ടായിരുന്ന മെമ്പേഴ്സ് 7 മെമ്പേഴ്സ് കൂടെ യുനാനിമസ്ലി ഡോക്ടർ അംബേദ്കറിനെ സെലക്ട് ചെയ്യായിരുന്നു ആസ് ദെയർ ചെയർമാൻ. അല്ലാതെ വേറെ ആരും പുറത്തു നിന്നുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആരും അദ്ദേഹത്തിന് ചെയർമാൻ ആക്കിയതല്ല. അവിടെ വളരെ ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള മറ്റ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടി യുനാനിമസ്ലി ഇദ്ദേഹത്തിന് ചെയർമാൻ ആക്കി. മിസ്റ്റർ പാസ്വാൻ പ്രിയാമ്പിളിനെ കുറിച്ച് പറഞ്ഞു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രിയാമ്പിളും ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറും തമ്മിലുള്ള ബന്ധം. അതിനെക്കുറിച്ച് ഈയിടെ ഹിന്ദു പേപ്പർ ഒരു ബുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ്സ് എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലൊരു ചാപ്റ്റർ ഞാനാണ് എഴുതിയത്. അത് ഡോക്ടർ അംബേദ്കേഴ്സ് പ്രിയാമ്പിൾ എന്നുള്ള ചാപ്റ്ററാണ്. ഈ പ്രിയാമ്പിൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചാപ്റ്റർ. അപ്പൊ ഈ പ്രിയാമ്പിൾ ആദ്യം ഈ BN റാവു, പലരും പറയും ആക്ച്വലി ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് എഴുതിയത് ബെനഗാൾ നരസിംഹ റാവു എന്ന് പറഞ്ഞ ഒരു ICS ഓഫീസർ. അദ്ദേഹം അഡ്വൈസർ ടു ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആയിരുന്നു, ഒരു ICS ഓഫീസർ ആയിരുന്നു. നമ്മളെല്ലാവരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു ലീഡിംഗ് ICS ഓഫീസർ ആയിരുന്നു. അദ്ദേഹത്തിനെ പിടിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അഡ്വൈസർ ആക്കി. അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ പ്രിപ്പറേറ്ററി ആയിട്ടുള്ള കമ്മിറ്റി റിപ്പോർട്ട്സ് ഒക്കെ എടുത്ത് മറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക. അതായത് ഇതിനെല്ലാം കമ്പൈൽ ചെയ്തിട്ട് ഒരു കമ്പൈലേഷൻ ഉണ്ടാക്കുക. ഇദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹം ബാബാ സാഹേബ് അംബേദ്കറിന് അത് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനൊരു പ്രിയാമ്പിൾ. അപ്പൊ പലരും ശുദ്ധകള്ളം പ്രചരിപ്പിക്കുന്നത് ഇദ്ദേഹമാണ് റിയൽ ഓത്തർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പ്രിയാമ്പിൾ വെച്ച് തുടങ്ങാം. ഈ ബെനഗാൾ നരസിംഹ റാവു ഉണ്ടാക്കിയ പ്രിയാമ്പിൾ ഇതാണ്. 35 വാക്കുകളിലേ ഉള്ളൂ, വേർഡ്സേ ഉള്ളൂ. ഇതാണ്, ഞാൻ വായിക്കാം ആ പ്രിയാമ്പിളിനെ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇത് അമേരിക്കയിൽ നിന്ന് വി ദ പീപ്പിൾ ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് ഫോറോ ചെയ്തതാണ്. Seeking to promote the common good, do hereby through our chosen representatives enact, adopt and give to ourselves this constitution. ഇതാണ് ബെനഗാൾ നരസിംഹ റാവു ഉണ്ടാക്കിയ പ്രിയാമ്പിൾ. ഇതൊരു യാതൊരു ഐഡിയോളജിക്കൽ ഫിലോസോഫിക്കൽ കോണ്ടന്റ് ഇല്ലാത്ത ഒരു പ്യൂർലി അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. വി ആർ ഹിയർ ബൈ അഡോപ്റ്റിംഗ്
our constitution. ഇതിനെ ബാബ സാബ് റിജക്റ്റ് ചെയ്തു ആസ് ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എന്നിട്ട് അദ്ദേഹം ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. 6 ഫെബ്രുവരി 1948 ഡ്രാഫ്റ്റ് സർക്കുലേറ്റ് ചെയ്തത്. അത് ഡോക്ടർ ബാബ സാഹേബ് അംബേദ്കർ ഉണ്ടാക്കിയ ഡ്രാഫ്റ്റാണ്. ഇതിനെ മാറ്റിവെച്ചു. ആ ഡ്രാഫ്റ്റിൽ പറയുന്നത് എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a sovereign independent state and to secure to or promote among all its citizens justice, social, economic and political, liberty of thought, expression, belief, faith, worship, vocation, association and action, equality of status and of opportunity, and fraternity, assuring the dignity of every individual without distinction of caste or creed, do hereby adopt, enact and give to ourselves this constitution. ഇതാണ് ഡോക്ടർ അംബേദ്കർ സ്വന്തം കയ്യിൽ എഴുതി ഉണ്ടാക്കിയ പ്രിയാമ്പിൾ. ആരാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്? ആരാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ദിശ കൊടുത്തത്, ഒരു ദർശനം കൊടുത്തത്? ഈ പ്രിയാമ്പിളിനെ എടുത്തു കളഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആത്മാവിനെ നമ്മൾ എടുത്തു കളഞ്ഞു. ഇതിനൊരു ഡിറക്ഷനോ ഒരു ഫിലോസഫി ഇല്ലാത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷനായി മാറും. ബെനഗാൾ നരസിംഹറാവുവിന്റെ പ്രിയാമ്പിൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ക്യാരക്ടർ ഉണ്ടാവില്ലായിരുന്നു. ഇത്രയും ക്ലാരിറ്റിയോട് കൂടിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ക്യാരക്ടറും ഐഡന്റിറ്റിയും വിഷനും ഫിലോസഫിയും കൊടുക്കുന്നത് ഡോക്ടർ അംബേദ്കർ മാത്രമാണ്. ഇതിൽ 1-2 മാറ്റങ്ങൾ കമ്മിറ്റിയും അസംബ്ലി ആർക്കും ഇതിനെ ഫണ്ടമെന്റലി തൊടാനൊത്തില്ല. പക്ഷേ 2-3 ചെറിയ മാറ്റങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടായി. ഒരു മാറ്റം, fraternity assuring the dignity of every individual without distinction of caste or creed. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത് 75 വർഷത്തിന് ശേഷം ഈ കാസ്റ്റ് ഓഫ് ക്രീഡിന്റെ ഡിസ്റ്റിങ്ഷനെ അബോളിഷ് ചെയ്യേണ്ട അത്യാവശ്യം ഡോക്ടർ അംബേദ്കർ മുൻ പറഞ്ഞു. അത് പ്രിയാമ്പിളിൽ തന്നെ എഴുതി വെച്ചു. എന്നുവെച്ചാൽ ഇതാണ് ഇവിടെ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ആപത്ത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി. ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ഫോർസൈറ്റ്, ആ വിഷൻ എത്രമാത്രം ശരിയായിരുന്നു, എത്രമാത്രം പവർഫുൾ ആയിരുന്നു എന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊരു സംശയവും നമ്മുടെ മനസ്സിൽ വരാൻ ഇടയില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം ഇവിടെ പറയുന്നു, ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്, വൊക്കേഷൻ. കാസ്റ്റിന്റെ പേരിൽ ആളുകളെ ഏറ്റവും ഹീനമായിട്ടുള്ള വൊക്കേഷൻസിലേക്ക് ഇംപ്രസൻ ചെയ്ത് വെച്ച് തടവുകാരാക്കി വെച്ചിരുന്ന ഒരു സിസ്റ്റത്തിനെതിരെയാണ് അദ്ദേഹം പറയുന്നത്. ലിബർട്ടി ഓഫ് വൊക്കേഷൻ, ലിബർട്ടി ഓഫ് അസോസിയേഷൻ ആൻഡ് ലിബർട്ടി ഓഫ് ആക്ഷൻ. ഇതെല്ലാം ഇപ്പോൾ are under severe attack in this country. ഇപ്പൊ എന്ത് സൂക്ഷ്മതയോടുകൂടി 1948 ആദ്യത്തെ ഡ്രാഫ്റ്റിൽ ഇന്ത്യക്ക് വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് ഡോക്ടർ അംബേദ്കർ കണ്ടു എന്ന് വളരെ പ്രകടമാണ്. ശ്രീ പാസ്വാൻ പറഞ്ഞതുപോലെ വലിയ മാറ്റങ്ങൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആണെങ്കിലും അതിൻ്റെ ബേസിക് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുമ്പിൽ അതിൻ്റെ തുടക്കത്തിലുള്ളത്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, and the association and action bit too, and equality of status and of opportunity, and to promote among them all fraternity, caste and creed in the discrimination the reference brought to, assuring the dignity of the individual and the unity and integrity of the nation. Idil oru very little noticed
ബട്ട് വെരി സിഗ്നിഫിക്കൻ്റ് ആസ്പെക്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ വളരെ സിഗ്നിഫിക്കൻ്റ്. ലോകത്ത് മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത ഒരു സങ്കല്പമാണ് ഡോക്ടർ അംബേദ്കർ ഈ പ്രിയാമ്പിളിലൂടെ അദ്ദേഹം സ്വന്തമായി എഴുതി ചേർത്തത്.